ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാമാങ്കത്തിൻ്റെ ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള രണ്ട് സ്ഥലങ്ങളാണ് മണിക്കിണറും മരുന്നറയും. തിരുനാവായ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് മണിക്കിണറുള്ളത്. സാമൂതിരിയുടെ കാലത്ത് 12 വർഷത്തിലൊരിക്കൽ തിരുനാവായ വെച്ച് മാമാങ്കം നടത്തപ്പെട്ടിരുന്നു. മാമാങ്കത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന ചാവേറുകളുടെ ശവശരീരങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ടിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി താഴ്ത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മണിക്കിണറിന് ചുറ്റും ഒരു നടപ്പാതയുണ്ട്. കിണർ കൈവരി കെട്ടി സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയാലേ കിണറിൻ്റെ അടുത്തെത്തുള്ളൂ. അതിനായിട്ട് പടവുകൾ കെട്ടിയിട്ടുണ്ട്. ഇതാണ് കിണറിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ച. കിണറിൽ വെള്ളമൊന്നുമില്ല, നല്ല വീതിയുള്ളൊരു കിണറാണ്. മാമാങ്കം നടന്നിരുന്ന കാലത്ത് അതിൽ കൊല്ലപ്പെടുന്ന ചാവറുകളുടെ ശരീരം ഇതിൽ കുത്തി നിറയ്ക്കുകയും ആനകളെ കൊണ്ട് ചവിട്ടി താഴ്ത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ സംരക്ഷണം ഉള്ളത് സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. മണിക്കിണറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് മരുന്നറയിലേക്കാണ്. മാമാങ്കവുമായി ബന്ധപ്പെട്ട മരുന്നറ എന്ന് പറയുന്ന ഒരു ചെങ്കൽ ഗുഹ ആണിത്. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ വേണം മുകളിലോട്ട് കയറാൻ. ഒരു ചെറിയ വഴിയാണ്. ഈ പടവുകൾ കയറിയിട്ട് മുകളിലാണ് മരുന്നറ ഉള്ളത്. ഇതാണ് മരുന്നറയുടെ വശത്തു നിന്നുള്ള കാഴ്ച. മരുന്നറ എന്താണെന്നുള്ള വിവരണം ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ താഴെ കാണുന്ന ആ ചെറിയ ചാലിലൂടെ വേണം ഗുഹയിലേക്ക് പ്രവേശിക്കാൻ. ഈ കാണുന്നതാണ് മരുന്നറയുടെ മുൻഭാഗം. അകത്തേക്ക് കുറച്ച് പ്രയാസപ്പെട്ട് വേണം കയറി ചെല്ലാൻ. മാമാങ്കവുമായി ബന്ധപ്പെട്ട വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന അറയാണിതെന്നും അതല്ല മാമാങ്കത്തിൽ പരിക്കേൽക്കുന്നവരുടെ ചികിത്സയ്ക്കായിട്ടുള്ള മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന അറയാണിതെന്നും പറയപ്പെടുന്നുണ്ട്. രാജാവുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുക്കൾ സൂക്ഷിക്കാൻ നിർമ്മിച്ചതാണെന്നും ഒരഭിപ്രായം ഇതിനെക്കുറിച്ചുണ്ട്. മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട അറയും ആവാം ഇതെന്നൊരു അഭിപ്രായമുണ്ട്. നമ്മളിതിന്ന് തിരിച്ചിറങ്ങുകയാണ്.
അപ്പോൾ ഇത്രയാണ് മാമാങ്കവുമായിട്ട് ബന്ധപ്പെട്ട മണിക്കിണറിൻ്റെയും മരുന്നറയുടെയും കാഴ്ചകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.